ഹായ് ഹലോ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴേക്കും എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പി കാണാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ. അതും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് പാലാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കളറിന് ആവശ്യമായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പോള തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ആദ്യം ബ്ലെൻഡ് ചെയ്ത് വെച്ച കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് മുകളിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മുട്ട മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനൊക്കെ മേലെ ഇതുപോലെ വിതറി കൊടുക്കാം കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു പഴയ പാനിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ വെച്ചിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ പോളൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പീസായി കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. റമദാനിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.